ഇവിടെ വന്നപ്പോൾ ആകെ കുറച്ചൊരു ഫെമിലിയറായിട്ട് തോന്നിയിട്ടുള്ളൊരു സാധനമാണ്. എല്ലാവർക്കും അറിയാമല്ലോ ഡോങ്കിന്ന്. കഴുതയെ കുറ്റം പറയണ്ട, 1 ലിറ്റർ പാലിന് തന്നെ 6000 രൂപ. ശരിയാണ്, കഴുത വെറും കഴുതയല്ല. അതായത് ഒരു ലിറ്റർ കഴുതയുടെ പാലിന് 6000 രൂപ വിലയുണ്ട്. അതുകൊണ്ട് കഴുത വെറും കഴുതയായിട്ട് കാണരുത്. അതിപ്പം ക്യാരിങ് ആണ്. ആ, ഇത് ക്യാരിങ് ആണ്. അടുത്ത പ്രാവശ്യം നമ്മൾ വരുമ്പോഴത്തേന് അത് കുഞ്ഞാകും. വേണമെങ്കിൽ നമുക്ക് കുറച്ച് പാല് കുടിക്കാം അല്ലേ? ഉറങ്ങിയാണോ? ഓ, ഇത് ദ ഇറ്റാലിയൻ മാസ്റ്റിഫ് എന്നറിയപ്പെടുന്ന ഡോഗ് ബ്രീഡാണ്. ഇറ്റാലിയൻ മാസ്റ്റിഫ് കാനെ ക്രോസോ എന്ന് പറയും. ഓ ഓ ഓ, ഇതാണ് നമ്മളെ ഈ ഒരു ഡോഗ് ബ്രീഡാണ് നമ്മുടെ ടോയിനോടെ കള മൂവി ഇല്ലേ, ആ തുറന്നു വിടാറുണ്ട് നമ്മളെ ആൾക്കാരെല്ലാവരും നിൽക്കുമ്പോൾ. അത് ഡെയിൻ എന്ന് പറയും, ഗ്രേ ഡെയിൻ. ഇത് ഈ പറഞ്ഞ പോലെ ഇവന്മാർ റോമൻ സൈന്യം അവരുടെ യുദ്ധത്തിന് വേണ്ടി ഡെവലപ്പ് ചെയ്തെടുത്തൊരു ബ്രീഡാണ് കാനെ ക്രോസോ എന്ന് പറയുന്നത്. ഇവരുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിംഹത്തിനെക്കാളും ബൈറ്റ് ഫോഴ്സ് കൂടുതലാണ് ഈ ഒരു ഡോഗ് ബ്രീഡിന്. 650 PSI ആണ് സിംഹത്തിൻ്റെ ബൈറ്റ് ഫോഴ്സ്. കാനെ ക്രോസോ 780. ഇതൊരു 8 മാസമായ കുട്ടിയാണ്. ഇവന്മാർ ട്രെയിൻഡാണ്. ഇവന്മാർ ട്രെയിൻഡാണ്. ഇവന്മാർ നമ്മളെ ഈ ക്ലൗഡ് കളിക്കുമ്പോൾ ട്രെയിനിങ് കൊടുത്ത് ഇവർ ബ്ലാക്ക് പാൻഡേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്, കരിമ്പുലി എന്നാണ് അറിയപ്പെടുന്നത്. 8 മാസമേ ഉള്ളൂ. ഫുഡ് നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ദിവസം ഒരു 3 കിലോ ചിക്കൻ കൊടുക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ റോയൽ കനാൻ്റെ ഫുഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയ രീതിക്ക് വെജിറ്റബിൾസും ഈ ഇതും കൂടെ ഇട്ട ചിക്കൻ്റെ ഇതും കൂടെ ഇട്ട് ചെറിയ സൂപ്പ് പോലെ അവന്മാർക്ക് കൊടുക്കും. ആ, ഒരു കുഴപ്പമില്ല, രണ്ടും ഫ്രണ്ട്ലിയാണ്. അല്ല അല്ല അല്ലേ, കുതിരകാരി അങ്ങനെയല്ല. അവന്മാർ ഈ നമ്മളെ ഇന്ത്യൻ ബ്രീഡ് കുതിരകളിൽ ഒരു 4 കാറ്റഗറി ഹോഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ രാജാക്കന്മാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മാർവാലി എന്ന് പറഞ്ഞൊരു ഹോഴ്സ് ഉണ്ട്. അതാണ് ഏറ്റവും ടോപ്പ് റോയലായിട്ട് നിൽക്കുന്നത്. അതിലൊരു മാർവാലി ഹോഴ്സ് ആണത്. ഇത് ഏകദേശം 63+ ഹൈറ്റ് ഉണ്ട്. ഇതിന് 63+ ഇഞ്ച് ഹൈറ്റ് ഉണ്ട്. ഇതിന്റെ കളർ വരുമ്പോ കരിം ലാല ബ്ലാക്ക് എന്നാണ്. കരിംലാല ബ്ലാക്ക്. മറ്റേ ബോംബെയിലൊക്കെ മറ്റേ ഗുണ്ടാ നേതാക്കന്മാരുടെ പേര് കേൾക്കുന്ന പോലെ ഉണ്ടല്ലോ. കരിംലാല. പേര് രുദ്രരാജ്. രാജസ്ഥാനിയാ? ശരി. മാർവാലിയുടെ ഒറിജിനൽ സ്ഥലം തന്നെ രാജസ്ഥാനിൽ മാർവാഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നല്ല വെളുത്ത് ആ ഡോഗ് പുള്ളിയെടുത്ത് ഭയങ്കര അറ്റാച്ച്മെന്റ്. ഒരു കുഴപ്പമില്ല. അതിന് ആരും ഇത് കാണുമ്പോൾ പേടി വന്നു. പക്ഷെ ആള് കൊച്ചു പിള്ളേരെ പോലെ സിറ്റ് നടണ്ട കറക്റ്റ് ചെയിൻ ഇടാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട്. ഇത് കുതിരയുടെ ഒരു സെക്ഷനാണ്. ഇത് മറ്റേ രുദ്രരാജ്. എല്ലാം രാജസ്ഥാനി ഗുജറാത്തി ബ്രീഡുകളാണ്. ഇതിൻ്റെയൊക്കെ കളറെന്ന് പറഞ്ഞാൽ കറുപ്പും വെളുപ്പുമായിട്ടുള്ള നല്ല കളറാണ്. പിന്നെ ഇതൊക്കെ എന്ന് വെച്ചാൽ നല്ല ഫ്രണ്ട്ലിയാണ്. ഇതിൻ്റെ മുടി കണ്ടോ? അതിൻ്റെ മുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പനങ്കല പോലത്തെ തിക്ക് മുടിയാണ്. ഇവിടെ ഒരാൾ തിരിഞ്ഞു നിൽക്കുക, നമ്മളോട് പിണങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. വന്നേ, ഇത് ഇത്രയും എന്ന് പറയുന്നത് പിന്നെ കുതിരയുടെ ഒരു സെക്ഷനായിരുന്നു. ഇനി അടുത്ത നമുക്ക് ഇത് ഓങ്കോൾ എന്ന് പറയും, ഓങ്കോൾ ബുള്ള എന്ന് പറയും. ആന്ധ്രയിൽ ഓങ്കോൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉള്ളൊരു ബുള്ളാണ് ഓങ്കോൾ ബുള്ള എന്ന് പറയും. ഇവർ നമ്മുടെ ഈ ഓണം പോലെ അവിടെ ഒരു ഫെസ്റ്റിവലുണ്ട്. ഈ ഓങ്കോൾ ബുള്ളിൻ്റെ ദേഹത്ത് വെയിറ്റ് കെട്ടിയിട്ട് ഓട്ടിക്കും. അപ്പം റെഡിമാര് നടത്തുന്ന മത്സരം, അതിൽ ഫസ്റ്റ് അടിക്കുന്ന ബുള്ളിനാണ് പ്രൈസ്. അവർക്കൊരു ഹരവും. നമ്മുടെ രാജസ്ഥാനി ഗീറിന്റെ ഒരു ലുക്ക് ഉണ്ടല്ലേ? എല്ലാരും വന്ന് കണ്ടിട്ട് ഗിറിന്റെ കളയാണെന്ന് വെച്ചാൽ ഗിറിന്റെ അല്ല. ഇവർക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർക്ക് കൊമ്പ് ഇത്ര വളരും. മാക്സിമം കൊമ്പ് അത്ര വളരത്തുള്ളൂ. ഇത് ഒടിഞ്ഞു പോയതാണോ കൊമ്പ്? കൊമ്പ് ഒടിഞ്ഞു പോയതാണോ? ആ, അത് ശരി. ആദ്യത്തെ ടെററായിരുന്നു കൊണ്ടിട്ട് നമ്മൾ ഇപ്പം തൊടുന്നാണ് സ്റ്റൈച്ച് ഇറക്കുമ്പോൾ അവര് നിൽക്കുന്നതിന്റെ ഒരു കുതിപ്പൊക്കെ കാണാൻ. തൊട്ട് നോക്കാൻ പറ്റും? ആ, തൊട്ടോ, അതിന് കുഴപ്പമൊന്നുമില്ല. ഉണ്ടോ? ഇവരെ എന്താ മാറ്റി കെട്ടിയേക്കുന്നത്? ഇത് ഫീമെയിൽ ഹോഴ്സ് ആണ്. ഫീമെയിൽ ഹോഴ്സ് ആണ്. ഇവരെയാണോ ബ്രീഡിംഗ് മാത്രമാണോ ഉദ്ദേശിക്കുന്നത്? ബ്രീഡിംഗ് ഉണ്ട്, പിന്നെ റൈഡിങ്. അത് നമ്മളെല്ലാ ഹോഴ്സ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഓരോ ഹോഴ്സും ഓരോ ക്യാരക്ടേഴ്സാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ പഠിപ്പിക്കുമ്പോൾ ബിഗിനറായിട്ടുള്ള ഒരാൾക്ക് ഓരോ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. തിയറി ആയിട്ട് ഓരോ ഹോഴ്സിനെ ഹാൻഡിൽ ചെയ്യേണ്ട മെത്തേഡ്സ്. സിനിമാ നടൻ സൽമാൻ ഖാന്റെ ബ്ലേഡ് ഗ്ലാമ്പർ എന്ന് പറഞ്ഞൊരു കുതിരയുണ്ട്, അതിന്റെ കുട്ടിയാണ്. ഓ, സൽമാൻ ഖാന്റെ വീട്ടിൽ നിന്ന് വന്ന കുട്ടിയാ, അതവൻ തിരിഞ്ഞു നിൽക്കുന്നേ. ഒന്ന് വന്നേ കാണട്ടെ. ഫീമെയിൽ ആണോ? ദേഹം നല്ല ഗ്ലാസ് ആണ്. സൽമാൻ ഖാന്റെ വീട്ടിൽ നിന്ന് വന്നതാണ്. തിരിഞ്ഞില്ലേ? ബാ അജാ
നമുക്ക് നെറ്റി കൊണ്ട് ആള് ചെറിയായിട്ട് ഒരച്ച് ഒരു ഇഞ്ചറി ആക്കി. നമുക്ക് എന്തായാലും പോയി സൽമാൻ ഖാനെ കാണാൻ പറ്റുന്നില്ല. അപ്പൊ എന്താക്കാം, സൽമാൻ ഖാന്റെ കുതിരയെങ്കിലും ഒന്ന് കണ്ടേക്കാം. ഇത് നല്ല ക്വാളിറ്റി ഉണ്ട് കണ്ടോ കുതിരയുടെ ഒരു ഇത്. അത് ശരി, വിഷമിക്കണ്ട കേട്ടോ, ഇപ്പൊ മാറിക്കോളും. പക്ഷെ നല്ല സോഫ്റ്റ് ആണ്. രാജാക്കന്മാരുടെ സമയങ്ങളിൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന കുതിരകളുണ്ട്. പേഴ്സണലി രാജാക്കന്മാർ യൂസ് ചെയ്തിരുന്ന കുതിരകളുണ്ട്. അവരുടെ പരമ്പരയിൽപ്പെട്ട വരുന്ന ഓരോ കുതിരകളുണ്ട്. നല്ല കുതിരകളെ വെച്ച് മേറ്റ് ചെയ്ത് നല്ല ജീനുകൾ പ്രൊഡക്റ്റ് ചെയ്യുന്നൊരു ഇതുണ്ട്. അപ്പോൾ അതിൽ പെട്ട ഒരു കുതിരയാണ് ഇത്. നമ്മൾ എടുത്തത് തന്നെ ഒരു 20 ലക്ഷം രൂപയായിരുന്നു. ഓ അത് ശരി. ആളിപ്പം മേറ്റിങ്ങിനൊക്കെ പോയിട്ട് ഇപ്പോൾ ഇത്തിരി ഉണങ്ങിയിരിക്കുന്നു. അത് ശരി. മാറ്റിങ്ങിന് തന്നെ നമ്മൾ തിരിച്ച് രാജസ്ഥാനിലാണ് കൊണ്ടുപോകുന്നത്. ഓ യാത്ര ചെയ്തിട്ട് വന്നതാണ്. മീറ്റിങ്ങിന് പോയിട്ട് യാത്ര ചെയ്തിട്ട് വന്നതാണ്. കാണുന്നെങ്കിൽ ആള് പാവമാണ്. ആണോ? രാജസ്ഥാൻ വരെ യാത്ര ചെയ്തിട്ട് തിരിച്ചു വന്നതിന്റെ ക്ഷീണത്തില്ല. ഇതിന്റെ ഓണർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുതിര അതാണ്. ആണോ? കൊള്ളാം. കുതിര കെട്ടു, അഴിച്ചു വിടൂ. കൊള്ളാം. ഇത് എന്തിനാ ഉപയോഗിക്കുന്നത്? ഇത് നമ്മൾ സിനിമ ഷൂട്ട്, ഇവന്റ് പ്രോഗ്രാം, 2 രഥമുണ്ട്. ഒരെണ്ണം വർക്കിന് പോയിരിക്കും. അത് ശരി. അത് വേണ്ടോ? കമോൺ. അത് ശരി. ഇത് അംബർല കൊക്കാറ്റു എന്ന് പറയും. അംബർല കൊക്കാറ്റു ഓസ്ട്രേലിയക്കാരാണ്. കൊക്കാറ്റു ഫാമിലി വരുന്നതാണ്. ഇവന്മാര് ഹാപ്പി ആണെങ്കിലും സാഡ് ആണെങ്കിലും ഇവന്മാരെ ദേഹത്തൊരു സ്പൈക്സ് ഉണ്ട്. സ്പൈക്ക് ഇങ്ങനെ പൊക്കി വെക്കും. സംസാരിക്കും നല്ല രീതിക്ക്. ഹലോ, കേക്കാവോ? കഴിച്ചിട്ട് പൊക്കം കിട്ടിയപ്പോ സുഖം പിടിച്ചിരിക്കുകയാണല്ലോ. വാ, നമുക്ക് ഇറങ്ങാമോ? എന്നാ വാ, അവിടെ ഇരുന്നോ. വാ, അവനവിടെ ഇരുന്നോ ടീച്ചറെ. കേട്ടോ, ഒരാൾ ഇവിടെ ഇരിക്കുന്ന, ഇനി ഈ ആളിനെ കൂടെ എടുത്ത് ഇവിടെ വെച്ചാലോ? ഇത് ബ്ലൂ ആൻഡ് ഗോൾഡ് മെക്കാവോ എന്ന് പറയും. അമേരിക്കക്കാരാണ്. തത്തവർഗത്തില് വളർച്ച ഉള്ളതിൽ ഏറ്റവും 2ാം സ്ഥാനത്തിരിക്കുന്ന ഒരു പാരറ്റ് ആണ്. ഏത് മെക്കാവോ ആണെങ്കിലും ഇപ്പൊ എന്റെ കമ്മല് കൊണ്ടുപോകും. ഏറ്റവും വലിയ തത്ത എന്നറിയപ്പെടുന്ന കെക്കപ്പു എന്ന് പറഞ്ഞൊരു പാരറ്റ് ആണ്. അത് ഐലൻഡിലുള്ളതാണ്. അവര് നൊക്ടേണൽ സ്പീഷീസ് ആണ്, രാത്രി സഞ്ചാരം ഉള്ളതാണ്. അത് പറക്കത്തില്ല. ഇവരെങ്ങനെ ഇത്ര മനുഷ്യരോട് ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞിലെ എടുത്ത് നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്ത് വളർത്തി കഴിഞ്ഞാൽ മതി. ഇതൊരു എത്ര മാസമായി? എത്ര മാസമായിരുന്നു? 7 മാസം. കമൽ ഇഷ്ടപ്പെട്ടോ? ഭയങ്കര സ്ട്രെങ്ത് ആണ് അവരുടെ ചുണ്ട്. കമലിന്റെ കാര്യം തീരുമാനം. നമ്മള് മങ്കി വിലയുണ്ട്. സ്ക്വറൽ മങ്കി എന്ന് പറയും. ലോകത്തിലെ ഏറ്റവും ചെറിയ മങ്കി അല്ലേ? മർമോസെറ്റ് മങ്കി എന്ന് പറയാം. പോക്കറ്റ് മങ്കി. നമ്മളെ പഞ്ചവർണ്ണ തത്ത മൂവിയിൽ ജയറാം സാറിന്റെ ബാഗിലിരിക്കുന്ന ഒരു തരം മങ്കി. ആ ഒരു സ്പീഷ്യസ് ആണത്. നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ റെസ്റ്റ്. ഭയങ്കര ചാട. ഏകദേശം 10 lakhs പ്രൈസ് വരുന്നുണ്ട്. ഇത് നമ്മൾ നേരത്തെ കണ്ട മെക്കാവോ വെറൈറ്റിയിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിത്തിരി നിൽക്കുന്നൊരു മെക്കാവോയാണ്. ഇതാണ് സ്കാർലാക്ക് മെക്കാവോ എന്ന് പറയും. ഇതാണ് സത്യം പറഞ്ഞാൽ ശരിക്കും പഞ്ചവർണ്ണ തത്താന്ന് പറഞ്ഞത്. 5 കളറുള്ള. ഇവൻ വരുമ്പോഴത്തേക്ക് ഇവൻ ബാർബാറി ആടാണെങ്കിലും ആടിനെ പേര് വെച്ചാണ്. ഇവന് ഇഷ്ടപ്പെട്ട ഫുഡ് എന്ന് പറഞ്ഞാൽ മട്ടൻ ബിരിയാണി. മട്ടൻ ബിരിയാണി കഴിക്കും, ചായ കുടിക്കും, പരിപ്പട കഴിക്കും. മട്ടൻ ബിരിയാണി കഴിക്കുകയും ചായ കുടിക്കുകയും ലെമൺ ജ്യൂസ് കഴിക്കുകയും ചെയ്യുന്ന ഒരേ ഒരാടിനെ നമുക്ക് ഇപ്പൊ കാണാം. അത് വരുമ്പോ ഇവന്മാരെല്ലാം ഈ സമയമാകുമ്പോ ഉറക്കമാണ് ഫുഡ് കഴിച്ചിട്ട്. ഈ പറഞ്ഞ പോലെ കനേഡിയൻ പിഗ്മി എന്ന് പറയും. കനേഡിയൻ സ്ഥലങ്ങളിലും മലകൾ ചാടി കയറി പോകുന്ന ഒരു തരം ഗോഡ് വെറൈറ്റിയാണ്. പിന്നെ ഇവിടെ വേറെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോഴ്സിന്റെ റൈഡിങ് ക്ലാസ് ഉണ്ട്. എത്ര പ്രായം മുതലുള്ള കുട്ടികൾക്ക്? അത് നമ്മളൊരു
6 വയസ്സ്. 6 വയസ്സ് പോലെ. ശരി, എല്ലാ ദിവസവും ഉണ്ടോ അതോ? എല്ലാ ദിവസവും ഉണ്ട്. മോർണിംഗ് ആണ് ക്ലാസ്. ഓക്കെ. മോർണിംഗ് ആണ് ക്ലാസ്. അപ്പോൾ ഇതൊരു എക്സോട്ടിക് ഫാം എന്ന് മാത്രം പറയാൻ കഴിയില്ല. നമ്മുടെ കുതിരകളുടെ ട്രെയിനിങ്ങും കൂടെ കുട്ടികൾക്ക് നൽകുന്നുണ്ട്. കുട്ടികൾക്ക് മുതിർന്നവർക്കും ഉണ്ട്. പ്രായം ഒരു പ്രശ്നമല്ല. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പഠിക്കാം. ഹോഴ്സ് റൈഡിങ്ങിന് പ്രായം ഒരു പ്രശ്നമല്ല, ആർക്ക് വേണമെങ്കിലും പഠിക്കാം, ആരെ വേണമെങ്കിലും ഇവിടെ പഠിപ്പിക്കുമെന്നും കൂടെ പറയുന്നത്. ഹോഴ്സ് റൈഡിങ്ങിന്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിസിക്കലി നല്ലൊരു എക്സസൈസ് ആണ്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോൺഫിഡൻസ് കൂടും. ഇത് കിളികളുടെ ഒരു സെക്ഷനാണ്. മുട്ട കിളികൾ കൈ നീട്ട്, കിളികൾ വരും. കയ്യിൽ കഴിക്കാം. കാണിച്ചാൽ മതി, കിളി വരും. ജസ്റ്റ് അടുത്തോട്ട് മാറ്റി വെച്ചോ, മാറ്റി വെച്ചോ, കാണിച്ചാൽ വരും. കിളികൾ വരും. ഇത് പൈനാപ്പിൾ കൊണിയൂർ എന്ന് പറയാം. പൈനാപ്പിൾ കൊണിയൂർ അത് പൊളിച്ച് വളരെ ഭംഗിയായിട്ടാണ് കഴിക്കുന്നത്. അതായത് കഴിക്കുന്നത് നീറ്റായിട്ട് കഴിക്കണം എന്നാണ് നിർബന്ധം. വാ, നമുക്ക് എല്ലാ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഇവിടെ ഒരുമിച്ച് ഇത് കഴിക്കാം. വേണ്ട കഴിച്ചോ? ഒരു കയ്യിൽ ഒരാളെ വരത്തുള്ളോ? ഓസ്ട്രേലിയൻ ഷുവർ ഗ്ലൈഡർ എന്ന് പറയും. ഇവർ ഈ രാത്രി സഞ്ചാരമുള്ള ഒരു ജീവികളാണ്. ഒരു മരത്തിൽ നിന്നും മറ്റു മരത്തിലേക്ക് ഗ്ലൈഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഇവരെ ഗ്ലൈഡേഴ്സ് എന്ന് പറയുന്നത്. മെയിനായിട്ട് ഇവർക്ക് ഷുഗർ കണ്ടന്റ് ആയിട്ടുള്ള ഫുഡാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഷുഗർ ഗ്ലൈഡേഴ്സ് എന്ന് പേര് വരാൻ കാര്യം. ഇവരുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഫീമെയിലാണ്. കങ്കാരിനെ പോലെ ഒരു പൗച്ചുണ്ട്. ജനിച്ച് കുഞ്ഞുങ്ങളാകുമ്പോഴത്തേക്കും ഒരു പയറുമണിയുടെ അത്രേ കാണുള്ളൂ കുഞ്ഞുങ്ങൾ. 2 കുഞ്ഞൊക്കെ കാണും. ഈ പൗച്ചിലിട്ട് കുഞ്ഞുങ്ങൾ ഒരു ഏജ് ആവാതെ ഇവർ പുറത്ത് വിടൂല. ഇല്ല അവർക്ക് ഈ നമ്മളെ കാർ ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ എയർ ബാഗ് വരുന്ന പോലെ ഒരു സംഭവം ഉണ്ട് അവർക്ക്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഫാം ഹൗസ് വിസിറ്റ് ചെയ്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാർക്ക് വളർത്താനോ തൊട്ട് നോക്കാനോ പോലും പറ്റാത്ത തരത്തിലുള്ള ഒരുപാട് പക്ഷികളും അതുപോലെ തന്നെ ഗ്ലൈഡേഴ്സും നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. ഓരോന്നും വന്ന് വളരെ നമ്മളെ എത്രയോ കാലം പരിചയമുള്ളതുപോലെ വന്ന് നമ്മളുടെ അടുത്ത് പെരുമാറുന്ന ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. എത്ര പറഞ്ഞാലും ഇവരുടെ ഒരു എഫേർട്ടിനെ ഇവിടുത്തെ കുട്ടികളുടെ ആ ഒരു ഇൻട്രസ്റ്റ്, ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഒരു ഇൻട്രസ്റ്റാണ് മറ്റുള്ളവർക്കൊരു കണ്ണിനൊരു കാഴ്ച കൗതുകം നൽകിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും രാവിലെ 11 മണി മുതൽ വൈകിട്ട് 8:30 വരെ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും വരികയും കുട്ടികളുടെ കൂടെ വന്ന് ഇവരെയൊക്കെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും മെയിനായിട്ട് പ്രകൃതിയിൽ ഇങ്ങനത്തെ ജീവികളുണ്ടെന്നും അപ്പോൾ അവരെയൊക്കെ നമുക്ക് തൊടാനും പിടിക്കാനും ഒക്കെ പറ്റുമെന്നും സമൂഹത്തിന് കാണിച്ചു കൊടുക്കുന്ന വലിയൊരു മെസ്സേജ് കൂടി കുട്ടികൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ നമ്മളിപ്പം ഗവൺമെൻറ് ജോലി, വൈറ്റ് കോളർ ജോലി മാത്രമേ ചെയ്യത്തുള്ളൂ, അത് മാത്രമേ ഉപജീവന മാർഗമായി കൊണ്ട് നടക്കത്തുള്ളൂ എന്ന് ചിന്തിക്കുന്നവർക്കും ഇവരൊരു വലിയ പാഠമാണ്. അതായത് കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ ഇതിലൂടെ വരുമാനം ഉണ്ടാക്കാമെന്നും ഇവർ തെളിയിച്ചു തന്നിട്ടുണ്ട്. ഞങ്ങൾ പോപ്പുലർ ഫാം നേരത്തെ വന്ന് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ ഞാൻ തന്നെ 3ാമത്തെ വരവാണ് വരുന്നത്. അത്രയ്ക്ക് വെച്ചാൽ ഒരു പ്രാവശ്യം കണ്ടിട്ട് പിന്നെയും കാണാനും 2 പ്രാവശ്യം മക്കളെയും കൊണ്ടാണ് വന്നത്. ഇത് ഈ പ്രാവശ്യം പിന്നെ ഒറ്റയ്ക്ക് വന്നേ ഉള്ളൂ. എന്താണ് ഈ ഒരു സംരംഭത്തിന്റെ പിന്നിലുള്ള കാര്യം? എന്താണ് പിന്നിൽ? നമുക്ക് ഈ പെറ്റ്സിന്റെ കാര്യങ്ങളായിട്ട് നമുക്ക് ഭയങ്കര ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലേ, 2-3 പ്രാവശ്യം വന്നില്ലേ, ഇത് നമുക്ക് കൊച്ചിലുള്ള ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് ഇത്രയും വലുതാക്കാൻ പറ്റുമോ നമ്മളും മനസ്സിൽ കരുതിയതല്ല. നമ്മൾ ആ ഒരു സന്ദർഭം കൊണ്ട് നമ്മൾ വലുതാക്കിയതാണ്. നമ്മ ഒരു പേഷ്യന്റെ പുറത്ത് തുടങ്ങിയതാണ് ഈ കളക്ഷനില്ല. സാധാരണ നമ്മൾ ചെറിയ പെറ്റ്സിനൊക്കെ വീട്ടിലല്ലേ വളർത്തുന്നത്, നിങ്ങൾ എന്താ ഇങ്ങനെ വെളിയിലേക്ക് ഒരു സംരംഭം? വെളിയിലേക്ക് വെച്ചാൽ നമ്മൾ ആദ്യം ഇതൊന്നും വീട്ടിലാണ് കൊണ്ടുപോയത്. അപ്പോൾ വീട്ടുകാർ സമ്മതിച്ചില്ല. അപ്പോൾ അതുവഴിയാണ് നമ്മൾ പുറത്തോട്ടായത്. അത് ശരി, വീട്ടുകാർ സമ്മതിക്കാതെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട അതുകൊണ്ട് ഒരു സംരംഭം ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ്. ശരി, പിന്നെ ഇത് ഭയങ്കര കോസ്റ്റ്ലി ആണല്ലോ ഓരോന്നും. 10 ലക്ഷം 20 ലക്ഷം ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? ഇതിലോട്ട് ഇറങ്ങുമ്പോൾ ഓട്ടോമാറ്റിക് നമുക്ക് ഏതൊരു ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡ് നമ്മൾ ഇറങ്ങിയാൽ ചിലപ്പോൾ നമ്മൾ ആദ്യം ഇറങ്ങുമ്പോൾ നമുക്കത് എത്തിപ്പെടാനാവില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അതിലോട്ട് ഇറങ്ങുമ്പോഴേ നമുക്കത് സാധിക്കാനാവുള്ളൂ. ഒരുപാട് റിസ്ക് ഉണ്ട്, അതൊരുപാട് ഒരു മറു സൈഡാണ്. ഇപ്പൊ നമ്മൾ ഈ കരിമൂർക്കനെയും
അതുപോലത്തെ പാമ്പുകളെ വളർത്തുമ്പോഴൊക്കെ അതിൻ്റെ ലൈസൻസും കാര്യങ്ങളൊക്കെ ഒരു പ്രതിസന്ധിയായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ലൈസൻസ് പരിവേഷണം എന്ന് പറഞ്ഞ ഒരു സെൻട്രൽ ഗവൺമെന്റ് ഒരു സൈറ്റ് ഉണ്ട്. അതിന് നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. നമ്മൾ വാങ്ങുന്ന ഓരോ സാധനവും നമ്മുടെ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യണം. പഴയ ഓണർ ആണെങ്കിൽ നമ്മൾ പുതിയ ഓണറിലേക്ക് നമ്മൾ മാറ്റണം. അതിന് ചെറിയൊരു ഫണ്ട് വരും. അതിന് വലിയ പ്രതിസന്ധിയായിട്ട് തോന്നിയിട്ടില്ല. നമുക്ക് ഇവിടെ ഇന്ത്യൻ സ്പീഷീസ് മാത്രമേ വളർത്താൻ പറ്റാതെ ഉള്ളൂ. ഷെഡ്യൂൾ ഇന്ത്യൻ സ്പീഷീസിനെ ഇവിടെ വളർത്താൻ പറ്റില്ല. ഓ അതെ ശരി. ഓക്കെ, അങ്ങനെ ഇന്ത്യൻ സ്പീഷീസ് മാത്രമേ ഇവിടെ വളർത്താൻ പറ്റാതായിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് പുറത്തെല്ലാം നമ്മളെല്ലാം ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളാണ്. ഈ സ്നേക്കിന്റെ എല്ലാ ഐറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ രാജ്യത്തു നിന്ന് കൊണ്ടുവന്നതാണ്. ശരി, നിങ്ങൾ എത്ര ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ? നമ്മളെ ഫ്രണ്ട്സ് ആയിട്ട് ഒരുപാട് പേരുണ്ട്. ഇതെല്ലാം നമ്മളെ സുഹൃത്തുക്കളാണ്. എത്ര പേര് ചേർന്നാ ഇത് നടത്തുന്നത്? എന്റെ ചേട്ടനാണ് മെയിൻ, ഷാഹിദ്. അവനാണ് ഇതിന്റെ മെയിൻ. ഇതിന്റെ ബാക്കിൽ പ്രവർത്തിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ ഇവിടുത്തെ ഗ്രൗണ്ട് സപ്പോർട്ടാണ് മെയിൻ. നമ്മൾ ഇവിടുത്തെ പയ്യന്മാരായിരുന്നാലും അതിന് ഇഷ്ടമുള്ള ഒരുപാട് കൊച്ചു പയ്യന്മാരുണ്ട്, +1 +2 പഠിക്കുന്ന പയ്യന്മാരുണ്ട്. അവരെല്ലാരും കൂടിയുള്ള ഒരു കൂട്ടായ്മയാണിത്. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ സ്റ്റാഫിനെ ഞങ്ങൾ പരിചയപ്പെടുമ്പോഴേ ഇവര് വലിയൊരു എൻസൈക്ലോപീഡിയ ആണ്. ഓരോന്നിനെ പറ്റി ഇങ്ങനെ പറഞ്ഞ് ഇവരെ ട്രെയിൻ ചെയ്തെടുത്താണോ? ഇല്ല, നമ്മളെക്കാളും അറിവ് കൂടുതൽ പയ്യന്മാർക്കാണ്. അവര് ഇഷ്ടം കൊണ്ട് വന്നതാണല്ലോ. അവർ ഇഷ്ടം കൊണ്ട് വന്നതാണ്. നമ്മൾ ആരെയും കമ്പനി നടത്തിയിട്ടോ അങ്ങനെ നടത്തിയിട്ടില്ല. എല്ലാവരും ഇഷ്ടം കൊണ്ട് നമ്മളോട് ചേർന്ന് നമ്മളെ സ്റ്റാഫ് പോലെ, നമ്മളൊരു ഫാമിലി പോലെയാണ്. നമ്മളങ്ങനെ സ്റ്റാഫായിട്ട് നിങ്ങൾ തോന്നാൻ സാധ്യതയില്ല. അവര് എല്ലാം എല്ലാവരെയും ഓരോ ഫാമായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അത് ശരി. എന്തായാലും കണ്ടതിൽ സന്തോഷം. വീണ്ടും എന്താ പറയാ, കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ. താങ്ക് യു.